ഒരാഴ്ച കഴിഞ്ഞ് എൻ്റെ വയറ്റിൽ വീണ്ടും എനിക്കൊരു പ്രഷർ ഫീൽ ചെയ്യാൻ തുടങ്ങി. ഈ ഫൈബ്രോയിഡ് ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന അതേ ഫീലിംഗ് തന്നെ, വേറൊരു വ്യത്യാസവും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഫ്ലൈറ്റിന് ഓസ്ട്രേലിയയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. ശനിയാഴ്ച ഞാൻ മല കയറാൻ പോയി. അപ്പോൾ അതിൻ്റെയൊക്കെ ക്ഷീണം കഴിഞ്ഞിട്ട് ഡോക്ടറെ പോയി കാണാം, ഫൈബ്രോയിഡ് ആണോ എന്നൊന്ന് റൂൾ ഔട്ട് ചെയ്യാം എന്നൊക്കെ ഓർത്തിട്ട് ശനിയാഴ്ച ഡോക്ടറെ കാണുമ്പോൾ അൾട്രാസൗണ്ടിൽ കൺഫേം ചെയ്തത് 6 വീക്സ് പ്രഗ്നൻസി ആയിരുന്നു. എങ്ങനെയാണ് മാതാവിനോട് ഈശോയോട് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. 16 വർഷങ്ങൾക്ക് ശേഷമാണ്, ഒരു ചികിത്സയും ഉണ്ടായിരുന്നില്ല. 2020 എല്ലാ ട്രീറ്റ്മെൻറ്റും നിർത്തിയതാണ്. പ്രാർത്ഥന മാത്രമായിരുന്നു ആശ്രയം ഉണ്ടായിരുന്നത്. കൊന്ത ചൊല്ലും, എപ്പോഴും ആശങ്കകളും ഒക്കെ വരുമ്പോൾ കൊന്ത ചൊല്ലാനും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാനും, ഇത് രണ്ടുമാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. തിരിച്ചു ചെന്ന് വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ ചെറിയൊരു ഫൈബ്രോയിഡും ഉണ്ട്, പ്രഗ്നൻസിയും ഉണ്ട്. രണ്ടും ഒപ്പം വളർന്ന അത് കോംപ്ലിക്കേഷനാണ്, നമുക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. രണ്ടാമത്തെ സ്കാനിങ്ങിൽ പ്ലാസൻ്റെ താഴെയാണ്. അപ്പോൾ അത് മുകളിലേക്ക് കയറാനുള്ള സാധ്യതകൾ കുറവാണ്, കാരണം എനിക്ക് പ്രായമുണ്ട്, മുമ്പൊരു സർജറി യൂട്രസിൽ കഴിഞ്ഞിട്ടുള്ളതാണ്. ആ സമയത്തെല്ലാം സാധിക്കുമ്പോൾ ജോലി കഴിഞ്ഞിട്ടാണെങ്കിലും കുർബാനയ്ക്ക് പോകാൻ. അപ്പോൾ ഞങ്ങളുടെ ഇടവക പള്ളിയിൽ നോമ്പ് സമയത്തൊക്കെ ധ്യാനങ്ങൾ വൈകുന്നേരം ധ്യാനമല്ല, കുർബാന, വിശുദ്ധ കുർബാന ഉച്ച കഴിഞ്ഞാണ് എല്ലാ ദിവസവും. അപ്പോൾ ജോലി കഴിഞ്ഞ് വന്ന് വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ, അതായിരുന്നു എൻ്റെ ചിന്ത. അങ്ങനെയാണ് ഞാൻ ആശ്വാസം കണ്ടെത്തിക്കൊണ്ടിരുന്നത്. പള്ളിയിൽ പോകണം, ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ ആ സമയമൊക്കെ കൊന്ത ചെല്ലണം. അങ്ങനെ 2025 ഡിസംബർ 10 ഞങ്ങൾക്ക് ദൈവം ഈ കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ഇന്ന് പിന്നെ തിരിച്ച് നാട്ടിലേക്ക് വരാനായിട്ട് തക്ക സമയത്ത് ഇടപെടുന്നൊരു ദൈവവും മാതാവും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഈ എമർജൻസി ആയിട്ട് കൊച്ചിന് പാസ്പോർട്ട് എടുത്ത് നാട്ടിൽ വരണം എന്ന് തോന്നാനായിട്ട് അപ്പച്ചന് സിക്കായിരുന്നു. അപ്പോൾ പോരുമ്പോൾ ഒരുപാട് ആശങ്കകളുണ്ട്. ഇത്രയും ചെറിയ പ്രായത്തിൽ ഈ കുഞ്ഞിനെ കൊണ്ട് ഓസ്ട്രേലിയയിൽ നിന്ന് ഇത്രയും സമയം വരുമ്പോഴൊക്കെ എങ്ങനെയാകും? പ്രാർത്ഥന മാത്രമായിരുന്നു ആശ്രയം. മാതാവ് തന്ന കുഞ്ഞാണ് എന്നുള്ളൊരു വിശ്വാസത്തിൽ പോരാനും ഇവിടെ എത്താനും ഇപ്പം മാതാവിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് ഒന്ന് നന്ദി പറയാനും ഒക്കെ സാധിച്ചു.